ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഡെയിലി വ്ളോഗായിട്ടാണ്. ഇതിൽ ഇന്നത്തെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ കണ്ടോക്കിയിട്ട് അത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ, ലൈക്കും കൂടി ഒന്ന് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ തുണിയൊക്കെ കഴുകിയത് കുറച്ച് കൊണ്ടൊക്കെ വന്നതായിരുന്നു. അപ്പോൾ ഈ പെർഫ്യൂംസൊക്കെ വെക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ട് കേട്ടോ എൻ്റെ വാർഡ്രോബിൽ. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ ഞാൻ പെർഫ്യൂംസൊക്കെ വെക്കുക. അപ്പോൾ അത് മൊത്തത്തിൽ ചില സമയത്തെല്ലാം ധൃതി പിടിച്ചെടുക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ അത് അങ്ങനെ വലിഞ്ഞു വാരിയിരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ കാണാൻ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചതായിരുന്നു. ഗൂച്ചിയുടെ ഈ ഒരു പെർഫ്യൂമില്ലേ, ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാട്ടോ. ഇതിന് നമ്മുടെ ഈ ടോം ഫോർഡിൻ്റെ ഒരു ജാസ്മിൻ, ഇത് ടോം ഫോർഡിൻ്റെ ഇത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പെർഫ്യൂം ഇതും എൻ്റെ ഫേവറേറ്റ് ആട്ടോ. അപ്പോൾ ഇത് രണ്ടിനും ഒരു ഏകദേശമൊക്കെ കേട്ടോ, എന്നാൽ മൊത്തത്തിലല്ല, ഏകദേശമായിട്ട് ഒരേപോലെയൊക്കെ വരുന്നൊരു സ്മെല്ലുള്ളതാട്ടോ ഇത് രണ്ടും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിനി പെർഫ്യൂം വാങ്ങിക്കുന്ന സമയത്ത് ഇത് വാങ്ങിച്ചു വെക്കൂ. നല്ല അടിപൊളി മണാട്ടോ അതിന്. അപ്പം ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു കാര്യം ഞാൻ ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ഈ ഒരു റൊട്ടേറ്റിംഗ് ട്രെയിലാട്ടോ പെർഫ്യൂംസൊക്കെ എടുത്ത് വയ്ക്കാം. അതാകുമ്പോൾ അതിൽ നിറച്ച് പെർഫ്യൂംസ് കൊള്ളൂട്ടോ, അങ്ങനെ വലിഞ്ഞു വാരി കിടക്കില്ല. ഒരുപാട് നമുക്കതിനുള്ളിലേക്ക് എന്താ പറയുക എടുത്തു വെക്കാനായിട്ട് പറ്റും ചെയ്യും. പിന്നെ ഇതാ ഈ ഒരു ബോഡി മിസ്റ്റ് ഇട്ടാ, ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബോഡി മിസ്റ്റ് ആയിരുന്നു. ഒരു 3-4 വർഷമെങ്കിലും ആവും ഇത് ഞാൻ വാങ്ങിച്ചിട്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് ഒരു ക്രിസ്മസ് സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാനതിങ്ങനെ കാണുന്നില്ല. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മണം. ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നമുക്കൊരു ഫീൽ വരില്ലേ, അങ്ങനത്തെ ഒരു സ്മെല്ലിലുള്ള ഒരു എന്താ പറയുക ഒരു ബോഡി മിസ്റ്റ് ആട്ടോ അത്. പിന്നെ ഇതാ ഇപ്പോൾ ഈ കാണിക്കുന്ന 1000 വിഷസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ ക്യാൻഡിൽ നിങ്ങളോട് ഞാൻ കാണിച്ചിട്ടില്ലേ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതിൻ്റെ ബോഡി മിസ്റ്റും എൻ്റെ അടുത്ത് ഉണ്ടെന്ന്, അതും തീരാനായിട്ടുണ്ട്. അപ്പം പെർഫ്യൂംസ് ഓർഗനൈസ് ചെയ്തതിന് ശേഷം ആ ഒരു സൈഡിൽ, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ബോഡി മിസ്റ്റുകളും കൂടിയിട്ട് ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഇത് ഇപ്പം ഞാനിങ്ങനെ എടുത്തു വെച്ചാലും ഒരു 3-4 ദിവസം ഇതിങ്ങനെ ഇരിക്കും കേട്ടോ. അത് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാകും. ചില സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചിലപ്പോൾ ബാക്കി ഇരിക്കുന്നവർക്ക് എടുക്കുക, എന്നിട്ട് അതിങ്ങനെ ആ ഒരു ലൈനിൽ തന്നെ വെക്കാൻ പറ്റാറില്ല കേട്ടോ. എത്ര ശ്രമിച്ചാലും പെട്ടെന്ന് അത് വെച്ചിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ ഉണ്ടാവും ഇത് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും. അപ്പോൾ അങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് കാണുന്ന ഇഷ്ടമില്ലാത്ത കാരണം വീണ്ടും ഞാൻ വന്നിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കും. പിന്നെ ഇതാ ഈ ഒരു ഡാർക്ക് കിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബാത്ത് ആൻഡ് ബോഡിയുടെ, അതും അവരുടെ ഒരു ടോപ്പ് സെല്ലിങ്ങിലുള്ള ഒരു ബോഡി മിസ്റ്റ് ആയിട്ടാ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കൂ, നല്ല അടിപൊളിയാണ് അതിൻ്റെ. അത് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ളതാണ്. പിന്നെ ഈ ഒരു ഡാർക്ക് ഊദ് വെൽവെറ്റ് എന്ന് പറഞ്ഞത്, ഇത് ഞാൻ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇതും കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് വരുന്നൊരു മണമാണെങ്കിലും നല്ല അടിപൊളി മണം തന്നെയാട്ടോ അത്. അപ്പം ഇതെല്ലാം എന്താ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇതാ ഈ ഒരു അതിൻ്റെ താഴെയുള്ള ഈ ഒരു ഡ്രോയറിൽ ഞാനിങ്ങനെ ഓർണമെൻറ്റ്സൊക്കെ, ഇങ്ങനെ ഫാൻസി ഓർണമെൻറ്റ്സൊക്കെ, ചെയിൻസൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാട്ടോ. ഇത് കണ്ടില്ലേ, ഇത് വലിഞ്ഞ് വാരിയിട്ടുള്ളത്. ഇത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ പല ഓർഗനൈസേഴ്സും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് അത്ര ഒരു കംഫർട്ടബിൾ അല്ലാത്തതായിട്ട്, നമ്മൾ എന്താ ചുമ്മാ ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് ചിലപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരെണ്ണം നോക്കിയിട്ട് ഞാൻ അവസാനം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരെണ്ണം കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. അത് കുറച്ച് സമയം എടുക്കുന്നുണ്ട് വരാനായിട്ട്. അപ്പോൾ അത് ഒന്ന് വന്നതിന് ശേഷം വേണം ഈ ഒരു ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യാനെന്ന് വെച്ചിട്ട്. ഇത് മാത്രമല്ല കുറച്ച് പുറത്തും വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നെക്ലെസ്സൊക്കെ ഇങ്ങനെ കുടുക്ക് പിടിച്ചിട്ടില്ലേ, ഇങ്ങനെ കുരുങ്ങിയിട്ട് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഓർഗനൈസർ നോക്കിയിട്ട് കിട്ടാത്ത കാരണം അതിലിങ്ങനെ ഓരോരോ ഏരിയയിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു പാൻ ഞാൻ രാവിലെ യൂസ് ചെയ്തതായിരുന്നു. അപ്പോൾ അത് കഴുകി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഉണങ്ങാനായിട്ട്. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം, അപ്പോൾ ഇത് ഇനാമൽഡ് കാസ്റ്റ് അയൺ ആണെങ്കിലും ഇതിൻ്റെ
ഇൻസൈഡില്ലേ ആ ഒരു ബ്ലാക്ക് കളറിലുള്ള അവിടെ കോട്ടിംഗ് ഇല്ല കേട്ടോ, എനാമൽ കോട്ടിംഗ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കാസ്റ്റ് അയൺ യൂസ് ചെയ്തിട്ട് സൂക്ഷിക്കുന്ന പോലെ തന്നെ ഇതും കഴുകിയതിന് ശേഷം അത് ഉണങ്ങിയിട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ അതിൽ സ്പ്രെഡ് ചെയ്ത് ഞാൻ വെക്കൂട്ടാ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൽ ആ തുരുമ്പ് പിടിക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് വൃത്തിയായിട്ട് ഇരിക്കും ചെയ്യൂട്ടാ. അപ്പോൾ ഞാനെപ്പോൾ ഇത് യൂസ് ചെയ്താലും ഇത് കഴുകി ഉണങ്ങിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഇതാ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നതാണ്. പിന്നെ അതിനുശേഷം മല്ലി കുറച്ചൊന്ന് മുഴുവനുള്ള മല്ലിയില്ലേ അതൊന്ന് കുറച്ച് പൊടിച്ചെടുക്കാനുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചില സമയത്തെല്ലാം മല്ലിപ്പൊടിയെല്ലാം കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മല്ലിപ്പൊടി അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കലില്ല. എനിക്കതിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ മല്ലി പൊടിച്ചെടുക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കും കേട്ടോ. മിക്സിയുടെ ആ ഒരു ജാറില്ലേ, ആ പൊടിക്കുന്ന ആ ഒരു ജാറില്ലേ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നു മല്ലി. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കുകയാണ്. ഇനി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാമല്ലോ. പിന്നെ ഞാൻ രാവിലെ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വാങ്ങിച്ചിട്ടുള്ള അത്യാവശ്യം കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ ഷോപ്പിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ഈ പച്ചക്കായൊക്കെ അതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ ഇത് ഞാനിങ്ങനെ ഈ കവറുമ്മ ഇട്ട് വെക്കലില്ല. അത് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുകയെന്ന്. അങ്ങനെയാട്ടാ ചെയ്യൽ. ഈ ഒരു കൊത്തമരെന്നെന്തോ എല്ലാം പറയില്ലേ, ഈ ക്ലസ്റ്റർ ബീൻസ്, ഇത് ഞാൻ വാങ്ങിക്കൂട്ടാ. ഇത് എനിക്ക് പണ്ടൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു. പക്ഷേ ഇതില്ലേ നമ്മളിങ്ങനെ ഉപ്പേരി ഉണ്ടാക്കില്ലേ, ഉപ്പും മുളക് പൊടിയെല്ലാം ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കില്ലേ, നല്ല ടേസ്റ്റ് ആട്ടോ അതിന് അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഞാനത് കാണുമ്പോഴൊക്കെ വാങ്ങിക്കലുണ്ട്. അതിൻ്റെ ഒരു 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊണ്ടുവരുന്ന ഈ ഒരു പാക്കറ്റുമ്പോൾ ഞാൻ സൂക്ഷിച്ച് വെക്കാറില്ല. അതിനെക്കാട്ടിലും ഇങ്ങനത്തെ ഈ ഓർഗനൈസേഴ്സ് ഇല്ലേ, നമുക്ക് ആമസോണിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇതിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആട്ടോ. അത് കുറച്ചുകൂടെ നാൾ അത് നന്നായിട്ട് ഇരിക്കും. എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു കവറുമ്മ വെക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനത്തെ ബോക്സിൽ ഇട്ടിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നാൾ കേടുകൂടാണ്ടിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ലോണം ഇരിക്കും ഇത്. അപ്പം ഞാനിത് ഒരിക്കൽ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നിയിട്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ വെജിറ്റബിൾസ് വാങ്ങിച്ചാൽ ഇപ്പോൾ ഇന്നോ വാങ്ങിക്കുന്നതിൻ്റെ അന്നോ 2 ദിവസത്തിനുള്ളിലൊക്കെ എടുക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ ഞാൻ സ്റ്റോർ ചെയ്യില്ല. പക്ഷെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് അടച്ചു വയ്ക്കും. അപ്പോൾ അത് നന്നായിട്ട് അങ്ങനെ കേടൊന്നും വരാണ്ട് ഇങ്ങനെ കുറേ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ചുക്കി ചൂളി ഞങ്ങൾക്ക് പോവില്ല, അങ്ങനെയൊന്നും ആവാണ്ട് ഇരിക്കലുണ്ട്. പിന്നെ മാങ്ങ ഇന്ത്യൻ ഷോപ്പിലെല്ലാം കിട്ടലുണ്ട്. ഇപ്പോൾ മാങ്ങേൻ്റെ എല്ലാം സീസണായി തോന്നുന്നുണ്ട്. പച്ചമാങ്ങേൻ്റെ ഈ ഒരു ടൈപ്പ് മാങ്ങ കേട്ടോ. പച്ചമാങ്ങയിൽ ഈ ഒരു ടൈപ്പ് മാങ്ങ ഇവിടെ കൂടുതൽ കടകളിലും കാണലുള്ളത്. ഇന്ത്യൻ ഷോപ്പിലൊക്കെ കൂടുതലും കാണലുള്ളത് ഈ ഒരു മാങ്ങ കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ള, നമുക്ക് ഈ പിക്കിളെല്ലാം ഉണ്ടാക്കാനില്ലേ, അതുപോലെ നമുക്കിങ്ങനെ മീനിലൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കില്ലേ, ഈ ചെമ്മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ മാങ്ങയൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പൊക്കെ ഈ ഒരു മാങ്ങ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം ഞാൻ കണ്ട സമയത്ത് ഒരു 3 മാങ്ങ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് കഴുകിയെടുത്ത് വെക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തതാ. പിന്നിപ്പോൾ വേപ്പില വാങ്ങിച്ചിട്ടുണ്ട്.
കറി ലീവ്സ് ഇല്ലേ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ നിന്ന് വരുന്ന വേപ്പിലയാട്ടോ ഇത്. ഇത് 2 ടൈപ്പ് കിട്ടലുണ്ട് ഇവിടെ, വലിയ ഇലയുള്ളതും ഇതുപോലെ ചെറിയ ഇലയുള്ളതും കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഷോപ്പിലാണ് ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ ചെറിയ ഇലയുള്ളത് കാണല്, മറ്റിടത്തൊക്കെ ഞാൻ വലിയ ഇലയുള്ളതാണ് കാണല്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചെറിയ ഇലയുള്ള വേപ്പിലയില്ലേ, ഇലേൻ്റെ സൈസ് കുറച്ച് കുറഞ്ഞിട്ട് ഇതിൽ കാണുന്ന പോലെ ഉണ്ടാവുക, ഇതിന് കുറച്ചുകൂടെ ഫ്ലേവർ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. മറ്റേതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്നു. അത് കാര്യം മറ്റേതിനെക്കാട്ടും ഇത് തന്നെയാണ് കുറച്ച് ഫ്ലേവർഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ വേപ്പിലയും അതിൻ്റെ തണ്ടും വന്നൊന്ന് അടർത്തിയെടുത്തതിന് ശേഷം പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ ഒന്ന് ബൗളിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇതും കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഞാൻ കുറച്ച് വിനീഗർ, കുറച്ച് മാത്രം കേട്ടോ, കുറച്ച് വിനീഗർ ഒഴിക്കലുണ്ട്. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വേപ്പിലയും പച്ചമുളകും ഒക്കെ ഇല്ലേ, അത് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഡ്രൈയിങ് മാറ്റിലേക്ക് ഒരു ടിഷ്യൂവും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ സ്റ്റോർ ചെയ്യാൻ ഈസി അല്ലേ. അപ്പോൾ വെള്ളത്തോട് കൂടിയിട്ടൊക്കെ സ്റ്റോർ ചെയ്യാച്ചാൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോവില്ലേ. അപ്പോൾ ഞാൻ അത് കാരണം ഇത് ആദ്യം ഒന്ന് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നത് ഈ ഒരു സാധനം ഇല്ലേ, ഇത് കൊണ്ടിട്ടുള്ള ഉപ്പേരിയും ഫിഷ് ഫ്രൈയും പിന്നെ പുളിശ്ശേരി ആട്ടാ. ഈ ഒരു വെജിറ്റബിൾ ഇല്ലേ, ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല. ഞാൻ മുമ്പൊന്നും നാട്ടിൽ ഞാൻ അങ്ങനെ ഇത് അത്രയൊന്നും അത്രയ്ക്കൊന്നല്ല ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ഈ ഒരു വെജിറ്റബിൾ ഇട്ടാ. ഇത് ഞാനങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഞാനിത് വാങ്ങിക്കലുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലും അങ്ങനെ ഇത് വാങ്ങിച്ച് കണ്ടിട്ടില്ല. ഇപ്പം ഇത് കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഞാനിത് അങ്ങനെ വാങ്ങിക്കുന്ന കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ ഞാൻ എന്നിട്ട് എന്താ വാങ്ങിക്കണമെന്ന് അറിയോ? ഇത് ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇല്ലേ, അവിടെ ഇത് കൊണ്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇത് ആ സാധനമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് ഈ ഒരു വെജിറ്റബിൾ, പക്ഷേ അങ്ങനെ യൂസ് ചെയ്യലുണ്ടായിരുന്നില്ല. അപ്പം അവരുടെ അടുത്ത് ഞാൻ ആ റെസിപ്പി ചോദിച്ചിട്ട് ഒന്നുമില്ല, സാധാരണ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷെ ജീരകം ചേർക്കില്ല കേട്ടോ. എന്നിട്ട് തേങ്ങയും പച്ചമുളകും അങ്ങനെയല്ല ഉള്ളിയെല്ലാം ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുക. പക്ഷെ എനിക്കത് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഇന്ത്യൻ ഷോപ്പിൽ പോകുമ്പം ഈ ഒരു വെജിറ്റബിൾ വാങ്ങിക്കലുണ്ട് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം എന്താ പറയുക, അതുകൊണ്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത് കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക കഴുകി എടുത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പില്ലേ ചില കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വീഡിയോ എടുത്തതിന് ശേഷം ചിലതൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിക്കണം ഞാൻ വിട്ടുകൂട്ടാ. ഞാൻ പിന്നല്ലേ വോയിസ് ഓവർ കൊടുക്കുക, അപ്പോൾ ഞാൻ വിട്ടുകൂട്ടാ. ചില സമയത്ത് ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പോൾ അത് വീഡിയോയിൽ ചിലപ്പോൾ അതങ്ങനെ വരുന്നതാട്ടാ. ചില സംസാരത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വല്ല ഇറിറ്റേഷനും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോറി ട്ടാ. ഞാനത് ഇപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെ അങ്ങനെ തോന്നി. ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു സോറി പറഞ്ഞതാ.
ഞാനിങ്ങനെ കുക്ക് ചെയ്യാനുള്ളത് ഇതിനിടയ്ക്ക് ഞാൻ ഫിഷൊക്കെ റെഡിയാക്കിയിട്ട് അതിന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുക്ക് ചെയ്യാൻ നേരത്തെ എല്ലാതും റെഡിയാക്കിയതിന് ശേഷം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ നിൽക്കൽ. അപ്പം ഇന്ന് ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു പാൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പാരലി 3ലും ഞാൻ ചെയ്തെടുക്കും കേട്ടോ. എനിക്കിത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഒരുമിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കണേ. അല്ലാണ്ട് ഒരെണ്ണം ഇപ്പം ഉപ്പേരി ഉണ്ടാക്കാൻ വെച്ചതിന് ശേഷം ഫിഷ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഓരോന്നിന് പോവില്ലേ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ അങ്ങനെ ചെയ്യലില്ല. അപ്പോൾ ആദ്യം ഉപ്പേരീൻ്റെ ആ ഒരു കാര്യം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ബാക്കി 2 പാത്രങ്ങളും കാസ്റ്റ് ചെയ്യണം. ആയതുകൊണ്ട് തന്നെ റെഡ് പാത്രം ഞാൻ ഓൺ ചെയ്തിട്ടില്ല. ആ ഒരു ഗ്രീൻ കളറിലെ പാനിൽ അത് ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചാട്ടാണ് വെച്ചിട്ടുള്ളത്. അത് അത് കാസ്റ്റ് ചെയ്യണം. ആയതുകൊണ്ട് തന്നെ അത് ചൂടായി വരാനായിട്ട് ഇത്തിരി സമയം എടുക്കും. ചൂടായി വന്നു കഴിഞ്ഞാൽ നല്ല ചൂട് നിൽക്കൂട്ടോ അതിൽ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഓൺ ചെയ്ത് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ഉപ്പേരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം വരുമ്പോഴേക്കും അത് നല്ല ചൂടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ അത് ഇപ്പോഴേ അത് ഓണാക്കി ആ ഒരു പാൻ അവിടെ ഓണാക്കി വെച്ചിട്ടുള്ളത്. എന്നാലുള്ളൂ അത് നന്നായിട്ട് ചൂടാവുള്ളൂ. അപ്പോൾ ചൂടായ പാനിലേക്ക് എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് വേപ്പിലേൻ്റെ 2 സ്റ്റെംസ് ഇട്ട് കൊടുക്കുകയാണ്. വേപ്പിലേക്ക് ഞാനിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസമൊക്കെ ഇല്ലേ, അപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ വാരിക്കൊരി ഇട്ട് കൊടുക്കും കേട്ടോ കറിയിലേക്കൊക്കെ. എന്നിട്ട് ഇതിന് കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് വളരെ ചുരുക്കിയായിട്ടാണ് ഇടുക. അതായത് ഇതുപോലെ സ്റ്റെമ്മായിട്ടൊന്നും ഞാൻ ഇട്ട് കൊടുക്കൊന്നുമില്ല. 1-2 വേപ്പില വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. അത്ര തന്നെയാണ് ചെയ്യുക. ഇതിപ്പോൾ ആദ്യം ഇത്രയും കൂടി കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റാന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യല. വാങ്ങിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നിറച്ച് വാരിക്കൊരി ഇടും കേട്ടോ എല്ലാ കറിയിലേക്കും. പിന്നെ ഇതിലേക്ക് ഇതാ ഫിഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നെയ്മീനായിട്ടാണ് ഉള്ളത്. ഞാൻ അധികവും നെയ്മീൻ വാങ്ങിക്കലുണ്ട്. ഇവിടെ ഈസിലി കിട്ടും കേട്ടോ നെയ്മീൻ. ഇതിൻ്റെ സ്ലൈസസ് നമുക്ക് ഈസിലി ഇവിടെ അവൈലബിളാണ്. അപ്പം മിക്ക സൂപ്പർ മാർക്കറ്റിലും എല്ലാം കിട്ടുന്ന ഒരു ഫിഷാട്ടോ ഇത്. പിന്നെ ഇവിടെ ഇഷ്ടമാണ് ഈ ഒരു ഫിഷ്. അപ്പോൾ അത് കാരണം ഈ ഒരു മീൻ ഇവിടെ ഇടയ്ക്കിടയ്ക്കല്ല മിക്കപ്പോഴും വാങ്ങിക്കലുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. ഞാൻ ഈ ഒരു പാനിലേക്ക് ഇത് ചൂടായി വരാനായിട്ട് ഇതും കാസ്റ്റ് ചെയ്യേണ്ട പാത്രം തന്നെയാണ്. അപ്പോൾ ഇതും ചൂടായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അത് കാരണം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ശേഷം അതൊന്ന് ചൂടായി വരുന്ന ആ ഒരു നേരം കൊണ്ട് ഈ ഉപ്പേരിക്ക് വേണ്ടുന്ന തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, എന്നെ എപ്പോഴും കമൻറ്റിൽ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എപ്പോഴും എല്ലാ വീഡിയോസിലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇതെപ്പോഴും താങ്ക്സ് പറഞ്ഞ് വെറുപ്പിക്കുന്നതെന്ന് കരുതാൻ പാടില്ല. അങ്ങനല്ല കേട്ടോ, അത് ഇഷ്ടം കൊണ്ട് പറയണത് തന്നെയാണ്. നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ നമ്മുടെ വീഡിയോസൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോഴും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യണതെല്ലാം ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ലല്ലോ ഉണ്ടാവുക. അതിൽ മിസ്റ്റേക്സ് ഒക്കെ ധാരാളം ഉണ്ടാവില്ലേ. അപ്പോൾ അതും നിങ്ങളുടെ ഒപ്പീനിയൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ചിലതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴല്ലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുക. എല്ലാതും നമ്മൾ ചെയ്യണത് മാത്രം ആയിരിക്കില്ലല്ലോ കറക്റ്റായിട്ടുള്ള കാര്യം. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ അത് പറഞ്ഞോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള പാൻ ചൂടായി വന്നപ്പോഴേക്ക് ഞാൻ അതിലേക്ക് കടുകും പിന്നെ വറ്റൽമുളകില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കും കണ്ട ഒരു സ്റ്റെം വെച്ചിട്ടൊക്കെ എടുത്തിടുകയാണ് ഞാൻ. അത് എല്ലാം കൂടി അങ്ങനെ വേപ്പലിരിക്കുന്ന കാണുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, ഇത് കണ്ടിട്ട് ചെയ്യുന്നതാട്ടോ. ഞാൻ സാധാരണയായിട്ടിലേക്ക് 3-4 വേപ്പല മാത്രം പൊട്ടിച്ചിട്ട് കൊടുക്കും, അത്രേ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഒരു സ്റ്റെമ്മ് മൊത്തത്തിലൊന്നും ഇട്ട് കൊടുക്കലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും കുറച്ച് മാത്രം വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും കൂടിയിട്ട് എന്താ പറയുക ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉലുവേൻ്റെ പൊടിയാട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. എൻ്റെ വീട്ടിലൊന്നും ഞാനിങ്ങനെ ഉലുവേൻ്റെ പൊടി ചേർക്കണത് കണ്ടിട്ടില്ല. അതുപോലെ വെളുത്തുള്ളിയൊന്നും ഒരുപാട് മുന്നൊരു വീഡിയോയിൽ ഇങ്ങനത്തെ റെസിപ്പി കണ്ടതിന് ശേഷം ചെയ്ത് നോക്കിയതാണ്. ഭയങ്കര സ്വാദാട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ.
അപ്പം ഉലുവേൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങയും ജീരകവും കുഞ്ഞുള്ളിയും പിന്നെ പച്ചമുളകും എല്ലാം കൂടി അരച്ചിട്ടുള്ളത്. അതിൽ ഞാൻ കുറച്ച് തൈരും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ആ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ കാസ്റ്റ് ചെയ്യേണ്ട പാത്രം ആയതുകൊണ്ട് നല്ല ചൂടായിട്ടുള്ളത്. പിന്നെ പുളിശ്ശേരി നമ്മളങ്ങനെ തിളപ്പിക്കാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി അതിലുള്ള ചൂട് മതിയിട്ടാ ഇത് നല്ല ഇത് റെഡിയായി വരാനായിട്ട്. അപ്പോൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. മീൻ ഞാൻ നല്ലോണം എന്താ പറയുക തീയെ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാട്ടോ അത് സ്ലോലി ആവുന്നത്. മീനും കൂടിയിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ കുക്കിംഗ് കഴിഞ്ഞു കേട്ടോ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് ലഞ്ചിൻ്റെ സമയമാണ്. അപ്പോൾ അതിൽ പുളിശ്ശേരിയും ഫിഷ് ഫ്രൈയും ഈ ഒരു ഉപ്പേരിയില്ലേ ആ ഒരു ഇത് വെച്ചിട്ടുള്ള ബീൻസ് പോലത്തെ സാധനം, എനിക്ക് എൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയണേ കമൻറ്റിൽ. എനിക്കെൻ്റെ പേരറിയില്ല. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി വെക്കൂ, നല്ല സ്വാദാട്ടോ അത്. അപ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിക്കാനായിട്ടുള്ള ഒക്കെ പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വേപ്പിലയും പച്ചമുളകും ഒക്കെ ഇല്ലേ, അതിനിപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലേക്കൊക്കെ ഈ ഒരാഴ്ച എടുക്കാനുള്ളതും പിന്നെ അതിനുശേഷം ബാക്കി അല്ലാതെ സ്റ്റോർ ചെയ്യാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കാനായിട്ട് നിന്നതാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത്രയധികം വേപ്പിലേക്ക് ഇരിക്കുമ്പോൾ അറിയാണ്ട് കൈ അങ്ങോട്ട് എടുത്തിട്ടു കൂട്ടാ, ഒരുപാട് കൂടുതലായിട്ട് കറിയിലേക്കൊക്കെ അങ്ങനെ. അപ്പോൾ ബാക്കിയുള്ള വേപ്പിലയും പച്ചമുളകൊക്കെ സിപ്ലോക്കിൻ്റെ ഈ ഒരു ബാഗ്സിലാക്കിയിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കൽ ഒരുപാട് നാൾ കേടുകൂടാണ്ടിരിക്കും കേട്ടോ. പച്ചമുളകിൻ്റെ സ്റ്റെം കളഞ്ഞിട്ടാട്ടോ വെക്കൽ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും കൂടിയിട്ട് മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.